Hi everyone, welcome back to my new video. My name is Serafina. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹൈ വാല്യൂ ഇൻഡിവിജ്വൽസിനെ പറ്റിയിട്ടാണ്. അതായത് ആരാണ് ഹൈ വാല്യൂ ഇൻഡിവിജ്വൽസ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ്, അതായത് ലൈഫ് ലെസൺസ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കൂടുതലും നമ്മുടെ പേഴ്സണാലിറ്റി ഗ്രോത്തിന്, പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കൂടുതൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഹൈ വാല്യൂ ആയിട്ടുള്ള ആൾക്കാരുടെ ടെക്സ്റ്റിംഗ് സ്റ്റൈല്, അവരെങ്ങനെയാണ് മറ്റുള്ളവർക്ക് ടെക്സ്റ്റ് ചെയ്യുന്നത്, അതുപോലെ ഹൈ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഹൈ വാല്യൂ ഉള്ള, അവരൊരു വലിയ വാല്യൂ ഉള്ള ഒരു മനുഷ്യനാണ്, ഒരു പെൺകുട്ടിയാണ്, ആൺകുട്ടിയാണ് എന്ന് മറ്റുള്ളവർ പറയണമെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയിലുള്ള കുറച്ച് ട്രെയ്റ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. അവർ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവർ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സ്റ്റൈൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ, കുറച്ച് വീഡിയോസിലായിട്ട്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും ആരെയാണ് നമ്മൾ ഈ ഹൈ വാല്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ ലൈഫ് ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഹൈ വാല്യൂ ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ ദേ പോസസ് എ സ്ട്രോങ് വർക്ക് എത്തിക്. അതായത് അവരിപ്പം സ്റ്റുഡൻസ് ആണെങ്കിലോ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിലോ അവരാരും ആയിക്കോട്ടെ, അവർക്കൊരു സ്ട്രോങ് വർക്ക് എത്തിക് ഉണ്ടാവും. അതായത് അവർ ചെയ്യുന്ന കാര്യത്തിനോട് അവർക്കൊരു നീതി പുലർത്തുന്ന ടൈപ്പ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അവർക്ക് ഇന്ന് സ്കൂളിലൊരു സെമിനാർ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അവർ അതിനു വേണ്ടി അവരുടെ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ആ ഒരു കാര്യത്തിന് വേണ്ടി അവർ മറ്റു കാര്യങ്ങൾ, അവരുടെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അവർ ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് ആ ഒരു ടൈമിൽ അവർ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യത്തിനോട് അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ദെൻ ദേ കോൺസ്റ്റൻ്റ്ലി സ്ട്രൈവിങ് ടു ഇംപ്രൂവ് യുവർ സെൽഫ്. അതായത് സ്വന്തമായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ സ്ഥിരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ചില ആൾക്കാരുണ്ട്, എനിക്ക് അങ്ങനെ ആവണം, എനിക്ക് അത് അച്ചീവ് ചെയ്യണം, ഇത് വാങ്ങിക്കണം, അവിടെ പോകണം, ഇങ്ങനെയൊക്കെ ഡ്രീംസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു ഡ്രീം സക്സസ് ആക്കാൻ വേണ്ടി അവർ ഒന്നും ചെയ്യത്തില്ല. അത് ആരെങ്കിലും നടത്തി തരട്ടെ, എപ്പോഴെങ്കിലും നടക്കട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും അവർക്കുണ്ടായിരിക്കും. സോ അങ്ങനെയല്ല ഒരു ഹൈ വാല്യൂ ഇൻഡിവിജ്വൽ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഡ്രീമിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് എ സ്ട്രോങ് ഡിസയർ ഫോർ പേഴ്സണൽ ഗ്രോത്ത്. ഈ പറഞ്ഞത് പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ഡിസയർ ഉണ്ടാവും. അല്ലെങ്കിൽ അവരൊരു ഹൈ വാല്യൂ ഇൻഡിവിജ്വൽ അല്ലാത്ത ഒരാൾക്ക് പ്രത്യേകിച്ച് ലൈഫിൽ ഇന്നതൊക്കെ വേണം അങ്ങനെയൊന്നുമില്ല. ഒരു സിമ്പിൾ ലൈഫ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ. അതേസമയം ഒരു ഹൈ വാല്യൂ ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവർക്ക് ലൈഫിൽ കുറേ ഗോൾസ് അച്ചീവ് ചെയ്യാനുണ്ടായിരിക്കും. ആ ഗോൾസിന് വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് അവരുടെ സൈഡിൽ നിന്ന് തന്നെ എടുക്കുന്നുണ്ടായിരിക്കും. അതുപോലെ നെവർ സ്റ്റോപ്പ് ലേണിംഗ് ആൻഡ് ഗ്രോയിങ്. അവരുടെ ലൈഫിൽ ഓരോ മൊമെൻറ്റിൽ നിന്നും പഠിക്കാവുന്നതൊക്കെ അവർ പഠിക്കാൻ ശ്രമിക്കും. ഓരോ മൊമെൻറ്റിലും അവർ പുതിയ കാര്യങ്ങളെ പറ്റി ചിന്തിക്കും, പുതിയ കാര്യങ്ങൾ കേൾക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും അറിയാനും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവർ ഈ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് മതി എന്നൊരു മൈൻഡ് സെറ്റ് അവർക്ക് ഇല്ല. ആൻഡ് ദേ ആർ ഈഗർ ടു എക്സ്പ്ലോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ടേക്ക് റിസ്ക്സ് ടു ഗ്രോ ആൻഡ് ഇവോൾവ്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാവും. ചില ആൾക്കാരും അതൊക്കെ റിസ്ക്കാണ്, നമുക്കതൊന്നും പറ്റത്തില്ല, അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. ബട്ട് ഈ പറഞ്ഞ ഹൈ വാല്യൂ ഇൻഡിവിജ്വൽസ് ഉണ്ടല്ലോ, അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാവും. ഈ ലോകത്തിൽ ഉണ്ടാവുന്ന പുതിയ ചേഞ്ചസ് അവർക്ക് അനുഭവിക്കാനും അതിനെപ്പറ്റി പഠിക്കാനും അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനും ഒക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ തന്നെ അവരെ തന്നെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവർക്ക് ഈ പറഞ്ഞതുപോലെ അവർക്ക് ഇങ്ങനൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവത്തില്ല, എനിക്കെല്ലാം അറിയാം, എനിക്കറിയാത്തതായിട്ട് ഒന്നും ഈ ലോകത്തിൽ ഇല്ല എന്നൊന്നും അവർ വിചാരിക്കത്തില്ല. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ വളരെ നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഒരു ഹൈ വാല്യൂ ആയിട്ടുള്ള ഒരാളുടെ തോട്ട് എന്ന് പറഞ്ഞാൽ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചുറ്റും നടക്കുന്നുണ്ട്, അതെനിക്ക് പഠിക്കണം, അങ്ങനെയായിരിക്കും അവർ ചിന്തിക്കുന്നത്. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ദേ പ്രയോറിറ്റൈസ് ബിൽഡിംഗ് മീനിങ്ഫുൾ റിലേഷൻഷിപ്സ് ആൻഡ് ഇൻവെസ്റ്റ് ടൈം ഇൻ ദം. അതായത് ചില ആൾക്കാർ കാണുന്ന ആൾക്കാരോടെല്ലാം ബ്ലാ 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 സംസാരിച്ച് വെറുതെ സമയം കളയും.
ഒരാവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബോണ്ടൊക്കെ ഉണ്ടാക്കി വെക്കും. പക്ഷെ അത് ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഒരു യൂസും ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഈ സൊസൈറ്റിക്ക് നാശം മാത്രം ചെയ്യുന്ന ക്രിമിനൽ മൈൻഡുള്ള, അല്ലെങ്കിൽ ഒരു താഴോട്ട് ചിന്തിക്കുന്ന, ഒരു ഗ്രൗത്ത് മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ കൂട്ടുകൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ തോട്ട് പ്രോസസ്സും അവരുടേതുപോലെ ആയിപ്പോകും. അവർ ചിന്തിക്കുന്ന അവരുടെ ഇഷ്ടം പോലെ തന്നെ നമ്മളും ഇഷ്ടപ്പെടാൻ തുടങ്ങും. നമ്മളുടെ ആ ഒരു ഒതന്റിക് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, നമ്മളുടെ ഇന്നർ സെൽഫൊക്കെ നമ്മൾ എവിടെയോ വെച്ച് മറന്നു പോകുന്ന ഒരു സ്റ്റേജ് നമ്മുടെ ലൈഫിൽ വരും. സോ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മീനിങ് ഫുൾ ആയിട്ടുള്ള, നമുക്ക് ഇതിൽ അർത്ഥമുള്ള റിലേഷൻസ് മതി. അതായത് ഇന്ന ആളിനോട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ലൈഫിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും, എന്നെ അത് ഒരുപാട് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് എന്നെ നല്ലൊരു വ്യക്തിയാക്കി മാറ്റുന്നത് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവണം. സോ അനാവശ്യമായിട്ടുള്ള ആൾക്കാർ, എപ്പോഴും ഗോസിപ്സ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, മറ്റുള്ളവരെ കുറ്റം പറയുന്നവർ, എപ്പോഴും നെഗറ്റീവ് മാത്രം പറയുന്നവർ, അതൊന്നും വേണ്ട വേണ്ട എന്ന് പറയുന്നവർ, അങ്ങനെയുള്ളവരോടൊക്കെ നോ പറയുക. അതാണ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഇടയ്ക്കിടയ്ക്ക് പുതുക്കാൻ ശ്രമിക്കുക. അവരോട് കുറച്ച് നേരമൊക്കെ സംസാരിക്കുക, ചിരിക്കുക, അവരുടെ കൂടെ കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ആക്ഷൻസ്, ഡോണ്ട് മേക്ക് എക്സ്ക്യൂസസ്. അതായത് ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുന്നുവെങ്കിൽ അവർ മൂലമാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്, അവൾ പറഞ്ഞിട്ടാ, എൻ്റെ വീട്ടുകാർ കാരണമാണ് ഞാനിത് ചെയ്തത്, ഇങ്ങനെ എക്സ്ക്യൂസ് പറയുന്നത് ഒരു ഹൈ വാല്യൂ പേഴ്സണ് ചേർന്നതല്ല. ഒരു ഹൈ വാല്യൂ ഇൻഡിവിജ്വൽ എപ്പോഴും അവർക്കൊരു ഇന്നർ സെൽഫിൽ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. യെസ്, എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം അന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അന്ന് ആ ഒരു കാര്യം ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ അന്ന് ആ കോഴ്സ് പഠിക്കാൻ പോയത് എൻ്റെ ഇഷ്ടം കൊണ്ടാണ്. അവരത് പറയുകയാണ്. അത് ഒരു മിസ്റ്റേക്ക് ആയി പോയെങ്കിൽ അവരത് അഡ്മിറ്റ് ചെയ്യും. യെസ്, അതെൻ്റെ ഫോൾട്ടായിരുന്നു. നമ്മൾ ഇപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഓരോ സ്റ്റേജിലാണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള റിപ്ലൈസ് നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്നെങ്കിൽ നിങ്ങളൊരു ഹൈ വാല്യൂ പേഴ്സൺ ആണ്. ആൻഡ് നെക്സ്റ്റ് ആണ് ഓപ്പൺ ടു ലേണിംഗ്, വ്യൂ മിസ്റ്റേക്സ് ഇസ് എ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത്. നേരത്തെ പറഞ്ഞ കാര്യം, അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മനസ്സ്. അല്ലാതെ ചിലവർ പറയും എനിക്കെല്ലാം അറിയാം, എനിക്ക് അതിനെ പറ്റിയെല്ലാം അറിയാം, എനിക്കറിയാത്തതായിട്ട് ഒന്നും ഈ ആകാശത്തിന് താഴെ ഇല്ല എന്നുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലോകമണ്ടനാണ്, മണ്ടിയാണ്. സോ ബുദ്ധിയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഹൈ വാല്യൂ ആയിട്ടുള്ള ആൾക്കാർ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ഓരോരുത്തരെയും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പം എന്നെക്കാളും 2 വയസ്സിനോ 10 വയസ്സിനോ ചെറിയ ഒരാളെൻ്റെ മുന്നിൽ വന്ന ആ ആളിൽ നിന്നും എനിക്ക് പലതും പഠിക്കാനുണ്ട്. ഒരു പക്ഷെ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അവർക്കറിയാവുന്ന പലതും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം. അല്ലാതെ എനിക്കെല്ലാം അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല. സോ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാവാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് നെക്സ്റ്റ് ആണ് യു ആർ ഓണസ്റ്റ്, ഹംബിൾ, കൈൻഡ് ഇൻ ദ വേ യു ഇൻറ്ററാക്ട് വിത്ത് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ കൈൻഡ് ആയിരിക്കണം. എന്താണ് കൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഹൈ വാല്യൂ ആയിട്ടുള്ള ഒരാൾ, നിങ്ങളെ മറ്റുള്ളവരെല്ലാവരും ബഹുമാനിക്കും, നിങ്ങളെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റം നല്ല രീതിയിലായിരിക്കും, കൈൻഡ് ആയിരിക്കും, ഹംബിൾ ആയിരിക്കും. അതായത് നിങ്ങൾ ഓണസ്റ്റ് ആയിട്ടായിരിക്കും മറ്റുള്ളവരോട് ഇടപെടുന്നത്. അതായത് കാണുമ്പോൾ ഭയങ്കര ഡയറക്റ്റൊക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ ആൾക്കാർ നിങ്ങളെ പിന്നെ റെസ്പെക്റ്റ് ചെയ്യത്തില്ല. അതുപോലെ നിങ്ങളെ പിന്നെ അവർ മൈൻഡ് ചെയ്യത്തില്ല, നിങ്ങളെ അവർ വലിയൊരാളായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന വാക്കിനോട് നീതി പുലർത്തുകയാണ്. ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകാറുണ്ട് എന്ന് പറയും, പക്ഷെ നിങ്ങളെ ജിമ്മിൽ കാണാറില്ല, പക്ഷെ നിങ്ങളെ സ്ഥിരം അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും ഒരു നേരം ഫുഡ് കഴിക്കത്തില്ല, പക്ഷെ അവർ നോക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പറയുന്നതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് ഫ്രഞ്ച് ലാംഗ്വേജ് സംസാരിക്കാൻ അറിയാം, പക്ഷെ നിങ്ങൾ ബബ ആണ് അടിക്കുന്നതെങ്കിൽ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധമില്ല, നിങ്ങളൊരു ഓണസ്റ്റ് പേഴ്സൺ അല്ല എന്ന് അവർക്ക് തോന്നും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരുപാട് ഉയരങ്ങളിലുള്ള ആൾക്കാരൊക്കെ മറ്റുള്ളവരോട് പെരുമാറുന്നത് വളരെ റെസ്പെക്റ്റോടുകൂടി, അതുപോലെ ഹംബിളായിട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് അത്രയും പണം, പദവി, പ്രശസ്തിയൊക്കെ ഉണ്ടായിട്ടും മറ്റുള്ളവരോട് വളരെ സൗമ്യമായിട്ട് പെരുമാറുമ്പം അവർക്ക് ചുറ്റുമുള്ള ഒരു ഓറ ഉണ്ടല്ലോ, അതൊന്ന് കൂടിക്കൂടി വരും. അതുകൊണ്ട് നമുക്കും ഒരു ഹൈ വാല്യൂ പേഴ്സൺ ആവണമെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ കൈൻഡായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഹംബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹംബിൾ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും മിസ്റ്റേക്സ് ഉണ്ട്. അതിപ്പോൾ ഗാന്ധിജി ആണെങ്കിലും എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണെങ്കിലും ചേട്ടനാണെങ്കിലും എല്ലാവരും മനുഷ്യരാണ്. മിസ്റ്റേക്സ് ഇല്ലാത്തവരായിട്ട് ആരുമില്ല. വലിയ ബില്യണർ ആവാം, അല്ലെങ്കിൽ ഒരു സാധാരണ മിഡിൽ ക്ലാസ്സുകാരനാവാം, പാവപ്പെട്ടവനാവാം, എല്ലാവർക്കും മിസ്റ്റേക്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക.
സോ എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. അവിടെ എക്സെപ്ഷൻ കേസ് ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. സോ അങ്ങനെ ഹംബിൾ ആവുക, മറ്റുള്ളവരോട് കൈൻഡായിട്ട് ബിഹേവ് ചെയ്യുക. അതുപോലെ തന്നെ കൈൻഡ്നെസ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് ട്രീറ്റിംഗ് അതേഴ്സ് വിത്ത് റെസ്പെക്റ്റ് ആൻഡ് കമ്പാഷൻ. മറ്റുള്ളവരോട് റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ടെന്ന്. അതായത് നമുക്കൊരു മര്യാദ, നമുക്കൊരു മിനിമം മാനേഴ്സ് ഉണ്ടാവണം. ഇപ്പം നിങ്ങളുടെ ഒരു ഹൈ വാല്യൂ ഇൻഡിവിജ്വലാണ്, നിങ്ങൾ എല്ലാ മനുഷ്യരോടും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നു. പക്ഷേ നിങ്ങളുടെ റൈറ്റ് സൈഡിലിരിക്കുന്ന ഒരാൾ ഒരു നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ഒരാളാണ്, അയാൾ എല്ലാ മനുഷ്യരോടും നല്ല രീതിയിൽ പെരുമാറും. പക്ഷെ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾ ഭയങ്കരമായിട്ട് മദ്യപിച്ച് നമ്മുടെ സൊസൈറ്റിക്ക് ഭയങ്കര നാശമൊക്കെ ചെയ്ത് മറ്റുള്ളവരെ ചീത്ത പറയുന്നു, ശാരീരികമായി മാനസികമായിട്ട് ഉപദ്രവിക്കുന്നു. അങ്ങനെ ഒരു തലതെറിച്ച ഒരു മനുഷ്യൻ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നു. നിങ്ങൾ ഈ രണ്ടുപേരോടും ഈക്വൽ റെസ്പെക്റ്റ് ആണോ കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ റെസ്പെക്റ്റ് അവർ ഡിസേർവ് ചെയ്യുന്ന എമൗണ്ടിൽ കൊടുത്താൽ മതി എന്നുള്ളത് മറ്റൊരു സൈഡിലുള്ള യാഥാർത്ഥ്യമാണ്. അതായത് ഈ ആളിനെ നമുക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ഇപ്പുറത്തെ ആളിന് കൊടുക്കണമെന്നില്ല. അത് എൻ്റെ ഒരു സ്വന്തം പോളിസിയാണ്. അതായത് ആ ആൾ ഡിസേർവ് ചെയ്യുന്നത് കൊടുത്താൽ മതി. നമ്മളുടെ താഴേക്ക് ഇറങ്ങി പോകാതിരുന്നാൽ മതി. നമ്മൾ അവരുടെ ലെവലിലേക്ക് ഇറങ്ങിപ്പോയി അവർ പറയുന്ന ലാംഗ്വേജിൽ അവർക്ക് മറുപടി കൊടുക്കുക, അങ്ങനെ ഒന്നും ചെയ്യേണ്ട. അവർ നമ്മളോട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളുടെ മാനേഴ്സിൽ ഒരു കൈൻഡായിട്ട് അവരോട് ആ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതല്ലാതെ അവരെ നമ്മൾ നന്നാക്കാനും എടുക്കാനും പോയി കഴിഞ്ഞാൽ അവർ നന്നാകത്തില്ല. നമ്മളുടെ മൈൻഡ് അവിടെ ഡിസ്റ്റർബ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു സാറുണ്ട്. അദ്ദേഹം വളരെ വലിയൊരു മനുഷ്യനാണ്, വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളാണ്, വലിയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അദ്ദേഹത്തിന് വലിയ PhD ഒക്കെ ഉണ്ട്. അദ്ദേഹം പോയിട്ടില്ലാത്ത കൺട്രീസ് ഇല്ല. എല്ലാ രാജ്യത്തും ഓൾമോസ്റ്റ് എല്ലായിടത്തും അദ്ദേഹം പോയിട്ടുണ്ട്. വലിയ വലിയ ബില്യണേഴ്സ് ആയിട്ടുള്ള കോണ്ടാക്ട്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ സിനിമ, അതുപോലെ ബിസിനസ്, അതുപോലെ പൊളിറ്റിക്സ്, അങ്ങനെ എല്ലാ ഫീൽഡിലുള്ള ആൾക്കാരുമാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ, ഒന്നൊരു വലിയ ബില്യണറാണ്, ഒന്നൊരു സാധാരണ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരാളാണെങ്കിലും രണ്ടുപേർക്കും അദ്ദേഹം ഈക്വൽ റെസ്പെക്റ്റ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാറിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആവണം ഒരു ഹൈ വാല്യൂ പേഴ്സൺ. നമ്മളുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു കാര്യമാണിത്, നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്. ആൻഡ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് ആണ്, you know your worth. Don't settle for anything less than you deserve. They are confident in their abilities and don't let others dictate the terms of their success. അതായത് നിങ്ങളുടെ worth നിങ്ങൾക്കറിയാം. ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ കഴിവുകൾ, എൻ്റെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. അല്ലാതെ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നതല്ല ഞാൻ. അവർ വേണമെങ്കിൽ പറയാം അവൾ ഭയങ്കര അഹങ്കാരിയാണ്, അവൾ ഭയങ്കര ജാടയാണ്, അവൾ ആരോടും മിണ്ടത്തില്ല എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേ എനിക്കറിയാം ഞാൻ എന്താണെന്ന്. എൻ്റെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിക്ക് അറിയാം ഞാൻ എന്താണെന്ന്, ഞാൻ അവരോട് അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് അവർക്കറിയാം. സോ നമ്മളുടെ എബിലിറ്റീസിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കുക, നമ്മളായിട്ട് ജീവിക്കുക. ആൻഡ് സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് കോൺഫിഡൻ്റ് ആയിരിക്കും. ഹൈ വാല്യൂ ഉള്ള ആൾക്കാർ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റ് ആണ്. അവർക്ക് മോട്ടിവേറ്റ് ആവാൻ വേറൊരു പുറത്തുനിന്നുള്ള ഒരു സാധനത്തിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. യെസ്, ഓഫ് കോഴ്സ് നമ്മുടെ ബിഗിനിങ് സ്റ്റേജിൽ അങ്ങനെ ഉണ്ടാവും. പക്ഷേ നമ്മൾ പിന്നീട് ലൈഫിനെ സീരിയസ് ആയിട്ട് എടുക്കുമ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ അത്രയും ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പം നമുക്ക് വേറൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറൊന്നും പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ട് ആവശ്യം വരത്തില്ല. ബിക്കോസ് നമ്മൾ ആ ഒരു ട്രാക്കിൽ എൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും എന്ത് കാര്യം ചെയ്യാൻ. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞിട്ട് ചെയ്യുന്നത് ഒരു ഹൈ വാല്യൂ പേഴ്സൻ്റെ ട്രേറ്റ് അല്ല. നെക്സ്റ്റ് ആണ് ഫോക്കസ്ഡ് ആൻഡ് ഡ്രിവൺ ടു റീച്ച് ദെയർ ഗോൾസ്. യെസ്, അവരുടെ ഗോൾസ് എന്തൊക്കെയാണെന്ന് അവർക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയാം. എനിക്കാണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ എനിക്കൊരു ബില്യണയർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു കാർ വാങ്ങണം, അല്ലെങ്കിൽ എൻ്റെ വീട് വെക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഇപ്പം അല്ലെങ്കിൽ എനിക്ക് ഒരു 10 കോടി രൂപ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി വേണം. സോ എന്താണോ അതിലേക്ക് അവർ ഫോക്കസ്ഡ് ആയിരിക്കും. അല്ലാതെ അവർ എന്ത് ഡിസ്ട്രാക്ഷൻസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരാളായിരിക്കത്തില്ല. അതാണ് ഒരു ഹൈ വാല്യൂ ഇൻഡിവിജ്വലും നോർമൽ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് വില്ലിംഗ് ടു ടേക്ക് റിസ്ക്സ് ആൻഡ് നോട്ട് അഫ്രൈഡ് ടു ഫെയിൽ.
റിസ്ക് എടുക്കുക. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്നൊരു ബുക്കിനെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തിൽ നമ്മുടെ റിച്ച് ഡാഡ് പറയുന്നൊരു കാര്യമാണ്, ലൈഫിൽ എപ്പോഴും റിസ്ക് ഉണ്ടാവും, റിസ്ക് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ റിസ്കിനെ നമ്മൾ ഭയന്നോടി പോവല്ല, ആ റിസ്കിനെ ഫേസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം എന്തൊരു റിസ്ക് വന്നാലും ആ റിസ്ക് ഏറ്റെടുത്ത് അവിടെ നമ്മൾ വിജയിക്കാൻ പഠിക്കണം. റിസ്ക് എടുത്തിട്ടുള്ളവരെ ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ. സോ നിങ്ങളൊരു ഹൈ വാല്യൂ ഇൻഡിവിജ്വൽ ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ലൈഫിനെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള റിസ്കുകൾ നിങ്ങൾ എടുക്കുക. ആൻഡ് നെക്സ്റ്റ് ആണ് ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഏതൊരു സിറ്റുവേഷനിലും പോസിറ്റീവായിട്ട് സ്റ്റേ ചെയ്യുക. പോസിറ്റീവ് ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ ബിസിനസ് ഭയങ്കരമായിട്ട് ലോസ് ഉണ്ടായി, നിങ്ങൾക്കിനി ജീവിക്കാൻ ഒരു പ്രതീക്ഷയുമില്ല, ആ ഒരു സിറ്റുവേഷനിൽ എനിക്കിനി ജീവിക്കേണ്ട, സൂയിസൈഡ് ചെയ്താൽ മതി എന്നുള്ള ഒരു തോട്ട് വരാതെ ഇനി എനിക്ക് എന്ത് തുടങ്ങാം, ഇനി എനിക്ക് ഒന്നിൽ നിന്ന് തുടങ്ങണം, ആ ഒന്ന് ഞാൻ എവിടെ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്, ഞാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെയാണ് എനിക്ക് പാളിപ്പോയത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ് പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ എപ്പോഴും നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അല്ല ഉദ്ദേശിക്കുന്നത്. ലൈഫിൽ പോസിറ്റീവ് ആവേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ അവിടെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അല്ലാതെ ഇനിയില്ല, എൻ്റെ എല്ലാം കഴിഞ്ഞു, ഞാൻ ഇവിടെ വെച്ച് എൻഡായി, എൻ്റെ എറ ഇവിടെ കഴിഞ്ഞു, ഞാൻ ഈ സൂയിസൈഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇനി എനിക്കിങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല, ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, അവരുടെ കീഴിൽ ജീവിച്ചാൽ മതി. ഇതൊരു നെഗറ്റീവ് തോട്ടാണ്. അപ്പോൾ മനസ്സിലായില്ലേ അത്? ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ് യു ആർ ജനറസ്. നമ്മുടെ സമയം, നമ്മുടെ കയ്യിലുള്ള പണം, നമ്മളുടെ ചിരി, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഇതിലെല്ലാം നമ്മൾ ജനറസ് ആണ്, ഉദാരമതിയാവുക. അതായത് നിങ്ങളൊരു ഹൈ വാല്യൂ ഇൻഡിവിജ്വൽ ആണ്. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരികയാണ്, ആ ആൾ വരുമ്പോൾ അയാൾക്ക് തിരിച്ച് പോകാൻ ക്യാഷ് ഇല്ല, വണ്ടി കൂലിക്ക് പൈസ ഇല്ല, നിങ്ങൾ കുറച്ച് പൈസ അയാൾക്ക് കൊടുക്കുന്നു. സോ അയാളുടെ മനസ്സിൽ നിങ്ങളെ പറ്റി ഒരു നല്ല ഇമേജ് വരികയാണ്. പക്ഷേ ഇതേ സമയത്ത് നിങ്ങൾ ഇവിടെ പൈസ ഒന്നും ഇരിപ്പയില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയും എച്ചിയാണല്ലോ എന്നൊക്കെയുള്ളൊരു തോട്ട് വരും. സോ അത്ര ഉദ്ദേശമുള്ളൂ, അല്ലാതെ എല്ലാം വാരിക്കോരി കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക, ആവശ്യമുള്ളപ്പോൾ കൺട്രോൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരു ഹൈ വാല്യൂ ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ ഒരിക്കലും വലിയ ബിസിനസ്സുകാരനോ വലിയൊരു സെലിബ്രിറ്റിയോ ഒരു സിനിമാ നടനോ വലിയൊരു ബില്യണറോ അല്ലെങ്കിൽ വലിയൊരു സ്പോർട്സ് സ്റ്റാർ, ഒരു വലിയ എന്താ പറയുക, നമ്മൾ മൊബൈലിലും ടി വിയിലും ഒക്കെ കാണുന്ന ലൈം ലൈറ്റിൽ നിൽക്കുന്നവർ മാത്രമല്ല ഹൈ വാല്യൂ ഇൻഡിവിജ്വൽസ്. യെസ്, ഓഫ് കോഴ്സ് അവർക്കും ഹൈ വാല്യൂ കാണും. എന്നാൽ ആ കൂട്ടത്തിലും തന്നെ വലിയ വാല്യൂ ഒന്നും ഇല്ലാത്തവരും കാണും. ഈ പറഞ്ഞതുപോലെ പണത്തിൻ്റെ ഇതിൽ മാത്രം നിൽക്കുന്നവർ, പ്രശസ്തിയുടെ ഇതിൽ മാത്രം നിൽക്കുന്നവരും കാണും. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ചുറ്റുമൊക്കെ ഉണ്ടെന്ന ഇഷ്ടംപോലെ ഹൈ വാല്യൂ ഉള്ള ആൾക്കാർ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുകയാണ്, ആ വീട്ടിലെ വീട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. പക്ഷെ അയാൾക്ക് ഒരാൾ വീട്ടിലോട്ട് വരുമ്പം അയാളെ സ്നേഹത്തോടെ വിളിച്ചിരുത്താനും അവരോട് വിശേഷങ്ങളൊക്കെ പറയാനും കഴിക്കാനൊക്കെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കാനും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് അയാളുടെ ഒരു ഹൈ വാല്യൂ ആണ്, അയാളുടെ ഒരു കഴിവാണ്. അപ്പോൾ അങ്ങനെയുള്ളവരും നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുത്തുന്ന, അല്ലാതെ പണമുള്ളവരും മാത്രമല്ല നമ്മൾ ഹൈ വാല്യൂ ഇൻഡിവിജ്വലായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, എൻ്റെ ചാനലിൽ ഞാൻ ഇതേപോലത്തെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അതുപോലെ ലൈഫ് ലെസൺസ് വീഡിയോസാണ് മോസ്റ്റ്ലി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.